ഇന്നത്തെ ലാരാവലിന്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നിങ്ങളുടെ ഒരു ലാരാവൽ ആപ്ലിക്കേഷനെ എങ്ങനെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് MySQLന്റെ ഡാറ്റാബേസ് ആണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ SAM യൂസ് ചെയ്തിട്ടാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലാരാവൽ ആപ്ലിക്കേഷൻ എങ്ങനെ ഒരു ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ററാക്ട് ചെയ്യാം. അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് ഡ്രിവൺ ആപ്ലിക്കേഷൻ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു ഡാറ്റാബേസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ് സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മൈഗ്രേഷൻസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഒരു സർഫസ് ലെവലിൽ നിന്ന് നമ്മൾ നോക്കുള്ളൂ. അതിന്റെ ഡെഡിക്കേറ്റഡ് വീഡിയോസ് അപ്കമിങ് വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ടോപ്പിക്ക്. അത് കഴിഞ്ഞിട്ട് മൈഗ്രേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യും. എക്സിസ്റ്റിംഗ് മൈഗ്രേഷൻ ആട്ടോ നമ്മൾ ഇന്ന് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു യൂസർ ടേബിൾ മൈഗ്രേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന യൂസർ ടേബിളിന്റെ ഡാറ്റ ആക്സസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നോക്കും. അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു മൈഗ്രേഷൻസിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഡാറ്റാബേസുമായിട്ട് മൈഗ്രേഷൻ ഇല്ലാതെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ ഒരു ഡാറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ സാമ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു സാമ്പിൾ ഓൾറെഡി അവർ MySQLും അപ്പാച്ചിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ എൻ്റെ ബ്രൗസറിൽ ഈ ഒരു അഡ്മിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിൽ ലോക്കൽ ഹോസ്റ്റ് ഇവരുടെ ഒരു PSP MyAdmin അതായത് ഡാറ്റാബേസിന്റെ ഒരു പാനൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് നിങ്ങൾക്ക് ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാം. അതായത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. എല്ലാ DDL DML റിലേറ്റഡ് ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അപ്പാച്ചി സെർവറിന്റെ കൂടെ MySQLും കൂടെ സ്റ്റാർട്ട് ചെയ്തിടുക സാമ്പിൾ പോയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മാനുവലി ആണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഡാറ്റാബേസിന് നെയിം കൊടുക്കുമ്പോൾ സ്പേസ് കൊടുക്കരുത്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൊടുക്കരുത്. നിങ്ങൾക്ക് അണ്ടർസ്കോറിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഹൈഫൻ യൂസ് ചെയ്തിട്ട് വേർഡ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാം. സ്പേസ് കൊടുക്കരുത് കേട്ടോ. നമുക്കിന്ന് ലാരാവൽ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ട്യൂട്ടോറിയൽ നെയിം കൊടുക്കാം, ക്രിയേറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് രണ്ടു വിധത്തിൽ ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ SQL എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് ക്രിയേറ്റഡ് നമ്മുടെ ഡാറ്റാബേസിന്റെ ഇതില്ലേ കൊറിയിലെ മാനുവലി എഴുതിയിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഡാറ്റാബേസ് നെയിം കൊടുത്താൽ മതി. നമ്മളിപ്പം ഇന്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യണം. അതായത് എന്താ പറയാ, നമ്മുടെ പ്രൊജക്റ്റിൽ ഏറ്റവും റൂട്ട് ഫോൾഡർ അല്ലേ, റൂട്ട് ഫോൾഡറിന്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻവയോൺമെന്റ് ഫയൽ ഉണ്ട്, .tnb ഫയൽ ഉണ്ട്. ഇതിന്റെ അകത്ത് നമ്മളിപ്പോ ഡാറ്റാബേസിന്റെ ഹോസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോർഷൻ എന്ത് ചെയ്യണം, അൺകമന്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ നമ്മൾ SQL ആയിട്ടല്ല MySQL ആണ് യൂസ് ചെയ്യുന്നത്. സോ DB കണക്ഷൻ MySQL ആക്കാം. ഇനി ഞാൻ എൻ്റെ ഈ ഒരു സെർവർ ഒന്ന് റൺ ചെയ്തിട്ട് ടെർമിനലിൽ പോയിട്ട് നിങ്ങൾക്കൊരു എറർ കാണിച്ചു തരാം. PHP artisan. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു എറർ കാണാൻ പറ്റുന്നില്ലേ? ഈ എറർ കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇവിടെ വന്നത്. അതായത് നമ്മളിവിടെ ഒരു സെഷനെ സ്റ്റോർ ചെയ്യുന്നതും സെഷനെ മാനേജ് ചെയ്യുന്നതും ഇപ്പം എവിടെ നിന്നിട്ടാണ്, ഒരു ഡാറ്റാബേസ് ട്രൂ ആണ്. നമ്മൾ സെഷനെ പറ്റി പഠിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ക്യാഷ് സെഷൻ ഒക്കെ നോളജ് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഒരു ഡാറ്റ സ്റ്റോറേജ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ സെഷനെ ഹാൻഡിൽ ചെയ്യുന്നത് ഡാറ്റാബേസിൽ നിന്നിട്ടാണ്. സോ അവര് സെഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസിന്റെ ടേബിൾ ഫിക്സ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ടേബിൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മൈഗ്രേഷൻ റൺ ചെയ്യുന്നത്. മൈഗ്രേഷൻ റൺ ചെയ്തതിനു ശേഷം ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഒന്നെങ്കിൽ മാനുവലി ഇപ്പൊ മൈഗ്രേഷൻ വേണ്ടതുണ്ടെങ്കിൽ മാനുവലി സെഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഫയൽ യൂസ് ചെയ്തിട്ടാണ് മാനേജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളിവിടെ ജസ്റ്റ് വന്നിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എറർ പോകും. ഇനി ഞാൻ മൈഗ്രേഷൻസ് റൺ ചെയ്യുന്നതിന് മുന്നേ എന്താണ് മൈഗ്രേഷൻ എന്ന് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ അപ്കമിങ് വീഡിയോസിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോ നമ്മുടെ പ്രൊജക്ടിന്റെ വേർഷൻ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യാറില്ല. ഇപ്പൊ നമ്മുടെ പ്രൊജക്ടിന് ഗിറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഗിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഗിറ്റും ഗിറ്റ് ഹബും അല്ലെങ്കിൽ ഗിറ്റ് ലാബും ഏതെങ്കിലും ഒരു ഗിറ്റ് റിലേറ്റഡ് ഗിറ്റ് എന്നല്ല SPO ഏതെങ്കിലും ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം നമ്മൾ നമ്മുടെ കോഡ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡാറ്റാബേസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈഗ്രേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും എന്ത് ചെയ്യേണ്ട ആവശ്യം വരും. നമ്മളൊരു ടീം കൊളാബറേഷൻ വേണം. അതായത് ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വരുത്തുന്ന ചേഞ്ചസ് അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. പുതിയൊരു കസ്റ്റമർ ബോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്കൊരു ബ്ലാങ്ക് DB സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാരാവെലിന്റെ വേർഷൻ കൺട്രോൾ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇത് വേറെ ഫ്രെയിംവർക്സിൽ ഈ ഒരു കോൺസെപ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റാബേസിനെ SQL query യൂസ് ചെയ്യാതെ PHP കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും, ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഡാറ്റാബേസ് ടേബിൾസിനെ മാനേജ്മെന്റ് നമ്മൾ PHP കോഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി. നമ്മൾ നമ്മുടെ ഡാറ്റാബേസിന്റെ സ്കീമ കോഡിൽ ഡിഫൈൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടെ ടീമിന് ഷെയർ ചെയ്യുന്നു. സോ അവർക്ക് അവരുടെ ടോക്കൺ DBയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചിങ് സെർവറിലൊക്കെ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ മാനുവലി എന്ത് ചെയ്യണ്ട, ഇപ്പൊ ഇതുപോലെ PHP ടൂളിലൊക്കെ പോയിട്ട് ടേബിള് ക്രിയേറ്റ് ചെയ്യുകയോ മാനേജ് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഗോ ത്രൂ ആണ് ഇത് ചെയ്യുന്നത്. അത് മാത്രമല്ല നമുക്കിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് കോഡ് ഷെയർ ചെയ്യുന്ന പോലെ തന്നെ ഡാറ്റാബേസും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ഇപ്പൊ എക്സിസ്റ്റിംഗ് ടേബിളിൽ എന്തെങ്കിലും മോഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ റോൾ ബാക്ക് ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ പഠിക്കാൻ പോകുന്ന എലക്റ്റഡ് മോഡൽ ആണെങ്കിലും സീഡിംഗ് ആണെങ്കിലും ഒക്കെ നമുക്കിത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും ഡീപ്പായിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോവുക. PHP ആർട്ടിസൺ മേക്ക് നമ്മൾ കൺട്രോളറും വ്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ മേക്ക് മൈഗ്രേഷൻ എന്ന് കൊടുത്തിട്ട് ഈ ഒരു നെയിം കൊടുക്കുക. അപ്പൊ ഇത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു റൂട്ട് ഫോൾഡറിന്റെ അകത്ത് അതായത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ഇതിനകത്ത് മൈഗ്രേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉണ്ട്. ഇതിന്റെ അകത്ത് ഒരു പുതിയ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ എന്റെ ഇതിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ട് ഇത്രയും ഫയൽസ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ യൂസർ ടേബിളിൻ്റെത് സെഷൻ്റെത് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇത് മേക്ക് ചെയ്യുന്നില്ല, എക്സിസ്റ്റിംഗ് മൈഗ്രേഷനെ ജസ്റ്റ് റൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ നമ്മളിങ്ങനെ മേക്ക് മൈഗ്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ആവും. അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ ഇതുപോലെ മൈഗ്രേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തൊന്നുമില്ല, ടേബിൾ നെയിമും അതിന്റെ സ്കീമയും ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് കോളൻ നെയിമും അതിന് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വാലിഡേഷൻസ് ഉണ്ടെങ്കിൽ അതും അതിന്റെ ഡാറ്റ ടൈപ്പും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ടേബിളിനും സെപ്പറേറ്റ് ആയിട്ട് സ്കീമ ഡിഫൈൻ ചെയ്യുവാണ്. ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തതല്ല. ഡാറ്റാബേസിന്റെ ലാരാവെലിന്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഇത്രയും ഫയൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇനി എക്സിസ്റ്റിംഗ് ടേബിൾസും ഫയൽസും ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻവയോൺമെന്റ് ഫയൽസിൽ തിരിച്ചു വന്നിട്ട് ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ചെയ്യുവാണ്. ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ആ സെഷൻ ടേബിളിന്റെ എറർ അടിക്കും. കാരണം നമ്മൾ ഇതുവരെയായിട്ടും മൈഗ്രേഷൻ റൺ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ മൈഗ്രേഷൻ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ മൈഗ്രേഷന്റെ അകത്ത് സെഷന്റെ ടേബിൾ അവൈലബിൾ ആണ്. സോ ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ആയിക്കോളും. സോ ഈ എറർ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എൻ്റെ ഒരു ആർട്ടിസൺ സെർവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ് കേട്ടോ. സ്റ്റോപ്പ് ചെയ്തിട്ട് എഗെയിൻ നമുക്ക് നമ്മുടെ ടെർമിനലിൽ പോയിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത് പുതിയൊരു മൈഗ്രേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡ് ആയിരുന്നു. നമുക്ക് നമ്മുടെ ടെർമിനലിൽ പോയിട്ട് എന്താ പറയാ നമുക്കൊരു എക്സിസ്റ്റിംഗ് മൈഗ്രേഷനെ റൺ ചെയ്യാം. അതിന്റെ കമാൻഡ് PHP ആർട്ടിസൺ മൈഗ്രേറ്റ് ഇതാണ് കേട്ടോ. സോറി, ഞാൻ എൻ്റെ പ്രൊജക്ട് ഫോൾഡറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സിഗില് സാമ്പിള് HTDocsന്റെ അകത്ത് ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ കമന്റ് റൺ.
മൈഗ്രേഷൻസ് റൺ ചെയ്യട്ടെ. മീൻസ് ആ ടേബിൾസ് എല്ലാം നമ്മുടെ ഡാറ്റാബേസിൽ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, ദ ഡാറ്റാബേസ് ലാരാവൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ ദ MySQL കണക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് വന്നെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു MySQL ലാരാവൽ എന്ന് പറഞ്ഞിട്ടാണ് DB നെയിം കിടക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള DBന്റെ നെയിം എന്തായിരുന്നു? നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ലാരാവൽ ട്യൂട്ടോറിയൽ എന്നല്ലേ. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് റീപ്ലേസ് ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തോളൂ. ഡു യു വാണ്ട് ടു ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണ്ട. എനിക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലാരാവൽ ട്യൂട്ടോറിയലിന്റെ അകത്ത് തന്നെ എന്ത് ചെയ്താൽ മതി? എനിക്കിത് ക്രിയേറ്റ് ചെയ്താൽ മതി. ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ ഞാൻ മൈഗ്രേഷൻ കമാൻഡ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഡാറ്റാബേസിന്റെ നെയിം നിങ്ങൾ വേറെ കൊടുത്തതുണ്ടെങ്കിൽ ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെ ഡാറ്റാബേസിന്റെ പോർട്ട് നമ്മൾ പോർട്ട് റൺ ചെയ്യുന്നത് 33306 അതുപോലെ തന്നെ ഹോസ്റ്റ് 127. അതൊക്കെ നമുക്ക് സാമിന്റെ ആയതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോ നിങ്ങളുടെ MySQLന്റെ പോർട്ട് നമ്പറും IP ഡിഫറെന്റ് ആണ്, അത് മാറ്റി കൊടുക്കുക. ഡാറ്റാബേസ് നെയിം യൂഷ്വലി യൂസർ നെയിമോ റൂട്ട് ആയിരിക്കും, പാസ്വേഡ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു സാമ്പിൾ നിങ്ങൾ ഇൻ കേസ് ഈ ഒരു പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ, മീൻസ് ഈ ഒരു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാലിഡേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് ഈ ഒരു ഫയലിൽ എഡിറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇപ്പൊ നമ്മുടെ എന്തായി? നമ്മുടെ മൈഗ്രേഷൻ റൺ ആയിട്ടുണ്ട്. അതായത് ഞാൻ ഈ കാണിച്ചു തന്ന ഈ ഒരു ഫയലിലുള്ള ടേബിൾസ് എല്ലാം നമ്മുടെ ഡാറ്റാബേസിലേക്ക് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഈ ടേബിൾസ് എല്ലാം ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ അകത്തുണ്ട് ആ സെഷന്റെ ടേബിൾ. ഇനി വന്നിട്ട് നമുക്ക് PHPന്റെ ആർട്ടിസൺ സെർവർ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മള് സെഷൻ ഡ്രൈവർ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സെഷൻ ഡ്രൈവർ ഡാറ്റാബേസിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മൈഗ്രേറ്റ് ഡാറ്റാബേസ് തന്നെയല്ലേ. പക്ഷെ നമുക്ക് ആ എറർ പോയിട്ടുണ്ടാവും. കാരണം എന്താ? ഇപ്പൊ നമുക്ക് സെഷൻ ടേബിളോടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് സെഷൻസിന്റെ. ഇനി നമുക്ക് ജസ്റ്റ് യൂസേഴ്സിന്റെ ടേബിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന്റെ സ്കീമ, ഇതിന്റെ സ്കീമിൽ ജസ്റ്റ് ഇത്രയും കോളംസ് ആണ് ഉള്ളത്. അതായത് ID, നെയിം, സ്ട്രക്ചർ, ID, നെയിം, ഇമെയിൽ ID, പാസ്വേഡ് ഡീറ്റെയിൽസ് ഒക്കെയാണ്. പിന്നെ അതേക്ക് ഇന്ന് ഞാൻ ഡാറ്റ മാനുവലി ആണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൊറി യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാം. അത് നമ്മൾ കൊറിയിലേക്ക് എത്തുമ്പോൾ കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഇതിനകത്തേക്ക് മാനുവലി ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഞാനൊരു നെയിം, ഒരു ഇമെയിൽ ID, ടൈം സ്റ്റാമ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് കയറിക്കോട്ടെ. പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടോക്കൺ കൊടുക്കുകയാണ്. ക്രിയേറ്റ് ടൈം ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് കയറിക്കോട്ടെ. നമ്മൾ ഇനി വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഡാറ്റ കയറിയിട്ടുണ്ട്. ഓക്കെ. ഇനി ഞാൻ ക്രിയേറ്റ് ടൈം ഓട്ടോമാറ്റിക് കയറുന്ന പോലെയല്ല ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല, ഡീഫോൾട്ട് ടൈം കൊടുക്കാത്തതുകൊണ്ടാണ്. സാറിന് തൽക്കാലം നിങ്ങൾക്ക് കൊടുക്കണ്ട. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇവിടെ മാനുവലി ആണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്തത്. നമുക്ക് അപ്കമിങ് വീഡിയോസിൽ ഇൻസേർട്ട് കൊറി ഒക്കെ ഈ ഒരു കോഡ് ത്രൂ നമ്മൾ ചെയ്യൂ കേട്ടോ. നമുക്ക് ഈ ഡാറ്റ ഒന്ന് ഫെച്ച് ചെയ്ത് എടുക്കാം ഇതിനകത്തുനിന്ന്. അതായത് നമ്മളിപ്പോൾ web.php ഞാൻ പ്രീവിയസ് വീഡിയോസ് ചെയ്തിട്ടുള്ള റൗട്ട് ഗ്രൂപ്പ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് കൺട്രോളേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ, എനിക്ക് ഒരു റൂട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ഒരു യൂസർ കൺട്രോളർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു ഫംഗ്ഷൻ ആക്സസ് ചെയ്തിട്ട് അതിനകത്ത് വ്യൂ യൂസ് ചെയ്ത് ഒരു പുതിയ വ്യൂവും ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഡാറ്റ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു കൊറി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡാറ്റാബേസിൽ നിന്ന്, ഈ ഒരു ലാരാവൽ ട്യൂട്ടോറിയലിലെ ഡാറ്റ യൂസേഴ്സ് ടേബിളിൽ നിന്ന് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യുന്നത് നോക്കാം. ഞാൻ എൻ്റെ യൂസേഴ്സ് പറഞ്ഞിട്ടുള്ള ആ കൺട്രോളർ ഇല്ലേ, ആ കൺട്രോളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, യൂസർ കൺട്രോളർ. ഞാൻ എൻ്റെ നെയിം സ്പേസ് ഇത് കോപ്പി ചെയ്യാണ്. യൂസർ കൺട്രോളർ ഇതിനൊന്ന് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊരു പുതിയ, ഞാനിവിടെ ഒരു മെത്തേഡും കൂടെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. എക്സിസ്റ്റിംഗ് മെത്തേഡിലൊന്നും യൂസ് ചെയ്യേണ്ട, നമുക്ക് പുതിയൊരു
വിത്ത് യൂസർ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുവാണ്. റിക്വസ്റ്റ് ഒബ്ജക്റ്റിന്റെ അകത്ത് നമുക്ക് യൂസറിന്റെ ഡാറ്റ ഉണ്ടാവുമല്ലോ. നമുക്ക് റൗട്ട് വെച്ചിട്ട് ഇതിന് ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യാം. ഗെറ്റ് യൂസേഴ്സ് തന്നെ റൗട്ട് നെയിം കൊടുക്കാം. പിന്നെ ഇതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. യൂസർ കൺട്രോളറിൽ ഇവിടെ മെത്തേഡ് നെയിം എന്താണ്? ഫെച്ച് യൂസർ ഡീറ്റെയിൽസ് ആണ് മെത്തേഡ് നെയിം. ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ കൊറി ഒന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വ്യൂവിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വ്യൂവിനെയല്ല നമ്മൾ ആക്സസ് ചെയ്യുന്നത്, നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഡാറ്റാബേസ് കൊറി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് DB ക്ലാസ്സിനകത്ത് സെലക്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സെലക്ടിനകത്തേക്ക് നമ്മൾ കൊറി പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ സെലക്ട് സ്റ്റാർ ഫ്രം കൊറി ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാലോ. ഞാൻ യൂസേഴ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് ഒരുപാട് ഡാറ്റ ഒന്നുമില്ല, സ്റ്റക്കായി പോകുന്ന ഇഷ്യൂസ് ഒന്നും വരില്ല, കാരണം നമുക്ക് ഒരുപാട് ഡാറ്റ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇനി നമുക്ക് യൂസേഴ്സിന്റെ റൗട്ടിനെ ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. /users സോറി, ഞാൻ DBന്റെ ക്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് PHP തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ക്ലാസ് ആണ് കേട്ടോ. റിക്വസ്റ്റ് ഒക്കെ പോലെ ഇല്ലുമിനേറ്റ് സപ്പോർട്ട് ഫാക്റ്റ്സ് DB ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു പാത്ത്. നമ്മൾ ഈ കൊറിക്കകത്ത് യൂസേഴ്സിൻ്റെത് റിമൂവ് ആയി പോയെന്ന് തോന്നുന്നു. ഡാറ്റ കറക്റ്റ് വരുന്നുണ്ട്, ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡാറ്റാ ബേസിൽ നിന്ന് ഈ ഒരു DB ക്ലാസ് ത്രൂ എന്ത് ചെയ്തു, ഇതിന്റെ സെലക്ട് മെത്തേഡ് ത്രൂ നമ്മൾ കൊറി വെച്ചിട്ട് നമ്മുടെ ഡാറ്റാ ബേസിലേക്ക് കണക്ട് ചെയ്ത് ഡാറ്റ റീട്രൈവ് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് നമ്മളൊരു വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വ്യൂവിലേക്ക് ഈ ഡാറ്റ പാസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും കേട്ടോ. ഒരു ടാബുലർ ഫോർമാറ്റിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. സോ വ്യൂ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിനകത്ത് പോയിട്ട് ചെയ്യാം കേട്ടോ. മേക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് റിസോഴ്സ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. users.blade.php വ്യൂ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ കൺട്രോളറിൽ നിന്ന് റിട്ടേൺ മാറ്റിയിട്ട് ഒരു അരയാണ് കേട്ടോ നമുക്ക് റിട്ടേൺ വരുന്നത് ഈ കൊറിയുടെ റിസൾട്ട്. അപ്പോൾ യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് ഇത് എടുത്തു വെച്ചു. എന്നിട്ട് നമുക്കിനി വ്യൂവിനെ റിട്ടേൺ ചെയ്യാം. വ്യൂ യൂസേഴ്സ് എന്നല്ലേ നമ്മുടെ വ്യൂവിന്റെ നെയിം. പിന്നെ നമുക്കൊരു അരയായിട്ട് എന്ത് ചെയ്യാം, ഒരു യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കീയിൽ തന്നെ ഞാൻ ഈ യൂസർ ഡീറ്റെയിൽസിനെ പാസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാസ് ചെയ്തിട്ട് ഇതൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാ വ്യൂവിനെ കോൾ ചെയ്യുന്നതെന്നൊക്കെ. നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സെമിക്കോളം മിസ് ചെയ്തുകൊണ്ട് എറർ അടിക്കുന്നത്. ഇത് നമുക്ക് ഈ വ്യൂവിന്റെ കണ്ടന്റ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ ഓൾറെഡി ഉള്ള HTML കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യാണ്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നമുക്ക് ഒരു HTML ടേബിൾ, നോർമൽ HTMLന്റെ കോഡാണ്, അതായത് ഹെഡറും ഫൂട്ടറും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ബോഡിക്കകത്ത് നമ്മളൊരു ഹെഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു HTML ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മളുടെ യൂസേഴ്സും പറഞ്ഞിട്ടല്ലേ പാസ് ചെയ്യുന്നത്. ഈ യൂസേഴ്സിനെ നമ്മൾ ഫോർ ഈച്ച് ലൂപ്പും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ പ്രീവിയസ് വീഡിയോയിൽ. ഫോർ എൽസ് എല്ലാ ലൂപ്പും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോർ എൽസ് യൂസ് ചെയ്തിട്ട് മീൻസ് ഇവിടെ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇൻ കേസ് അവിടെ നിന്ന് ഡാറ്റാസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ യൂസേഴ്സ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കാണിക്കും. ഡാറ്റ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഓരോ യൂസറിൽ കൂടെ ഇപ്പം മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടെങ്കിൽ അരയായിട്ടാ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, കാരണം നമ്മളിവിടെ സെലക്ട് സ്റ്റാർ ഫ്രം എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കൊറിയന്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നത് ഒരു അരയായിരിക്കും. എല്ലാ യൂസേഴ്സിനെയും ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓരോ യൂസേഴ്സിനെയും ഓരോ ടേബിളിന്റെ റോ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് ഇവിടെ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു യൂസറിനെയും കൂടെ ഇൻസേർട്ട് ചെയ്യാം ഇതിനകത്ത്.
ടൈം സ്റ്റാമ്പ് ആണ്. മോഡിഫൈ ആക്കാണ്ട് മോഡിഫൈഡ് കൊടുക്കുന്നില്ല, എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ടൈം സ്റ്റാമ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വേറൊരു യൂസറിനെ കൂടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഡാറ്റാബേസ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ? അതായത് നമ്മൾ ഇന്ന് മൈഗ്രേഷൻ ആണ് റൺ ചെയ്തത്. മൈഗ്രേഷൻ റൺ ചെയ്തപ്പം നമുക്ക് ഇവിടെ മൈഗ്രേഷൻസിലുള്ള എല്ലാ ഫയൽസും എക്സിക്യൂട്ട് ആവും. ഓൾറെഡി ഉള്ള ഫയൽസ് എക്സിക്യൂട്ട് ആവില്ല കേട്ടോ, പെൻഡിങ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ എക്സിക്യൂട്ട് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റാബേസിലാക്കി അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾസ് മോഡിഫൈ ചെയ്യുകയോ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇത്രയും ടേബിൾസ് ക്രിയേറ്റ് ആയി വന്നു നമ്മുടെ കേസിൽ. നമ്മൾ അതിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്തിട്ട് വ്യൂവിലേക്ക് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ മൈഗ്രേഷൻ റൺ ചെയ്യേണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് മൈഗ്രേഷൻ റൺ ചെയ്യണ്ട, അങ്ങനെയാണെങ്കിൽ ഈ ഡി ബിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് മാനുവലി നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി ബി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ടേബിൾസ് ഒക്കെ, ഇപ്പൊ സെഷന്റെ ടേബിൾ ആണെങ്കിലും യൂസേഴ്സ്, ഇപ്പൊ സെഷൻ നിങ്ങൾക്ക് ഡാറ്റാബേസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഈ ഒരു ENV ഫയലിൽ കാണിച്ച പോലെ നിങ്ങൾക്ക് ഫയലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് യൂസേഴ്സിന്റെ ടേബിൾ വേണമെങ്കിൽ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോളംസ് ആണോ ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ കോളം മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള മൈഗ്രേഷന്റെ ഫയൽ, ഈ എക്സിസ്റ്റിംഗ് മൈഗ്രേഷന്റെ ഫയലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊജക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഒന്നും അല്ല ആവശ്യം വരിക, നമുക്ക് നമ്മുടെ ഓൺ ടേബിൾസ് ആയിരിക്കും ആവശ്യം വരിക. മൈഗ്രേഷൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ആണിത്. നമുക്ക് ഡാറ്റാബേസിലേക്കുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ ഒരു ടീം കൊളാബറേഷൻ ഈസി ആയിരിക്കും ഇങ്ങനത്തെ മൈഗ്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിന്റെ ഓരോ മോഡൽസും അതുപോലെ സീഡിങ് ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എനിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. എനിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ. താങ്ക് യു.